അതിശക്തമായ മഴ ഒപ്പം അതിശക്തമായ കാറ്റ് രണ്ടും കൂടി ആയതോടുകൂടി കനത്ത നാശനഷ്ടമാണ് റാന്നി MLA പടിയിൽ ഉണ്ടായിരിക്കുന്നത്. അൽബീസിയ മരങ്ങളാണ് കാറ്റത്ത് കടപുഴകുകയോ ഒടിഞ്ഞു വീഴുകയോ ചെയ്തിട്ടുള്ളത്. എല്ലാം വന്നു പതിച്ചത് റോഡിലും ബാക്കിയുള്ളവ KCB ലൈനിന്റെ മുകളിലേക്കുമാണ്. ബൈപ്പാസ് റോഡിൽ മാത്രം 6 ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയോ പിഴുത് വീഴുകയോ ചെയ്തിട്ടുണ്ട്. പോലീസും അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ്, ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ KCB ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയ അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായി റോഡ് ഏറെക്കുറെ ഗതാഗതയോഗ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വലിയ അപകടം തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നല്ലേ? ഇത് അതിശക്തമായ ഒരു 11-ന് ശേഷം അതിശക്തമായ ഒരു ചുഴലിക്കാറ്റ് പോലെ ഉണ്ടായി. ഈ ചുഴലിക്കാറ്റ് വന്നാണ് ഈ മരങ്ങൾ മൊത്തമായിട്ട് ഒടിഞ്ഞു വീഴുന്നത്. ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കുള്ള ഏരിയയാണ്. ഈ ലോട്ടറി കച്ചവടക്കാർ വിളിക്കുന്നതിൽ 3 പേരെ സ്ഥിരമായിട്ട് വിറ്റുകൊണ്ടിരുന്ന. പക്ഷേ അതൊരു അപകടം ഉണ്ടാകാതെ ഒരു വൻ ദുരന്തം ഒഴിവായെന്ന് പറഞ്ഞാൽ മതി. ആർക്കും അപകടം ഉണ്ടായിട്ടില്ല, പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരം. എന്തായാലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ് KSCB. നമുക്ക് എത്രത്തോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട്? നമുക്കിപ്പോൾ ഇവിടുന്ന് 33 kV ലൈന, 11 kV ലൈന, LT ലൈന ഇതുൾപ്പെടെ ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം റീസ്റ്റോർ ചെയ്യുന്നതിനുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട്. 5-6 പോസ്റ്റോളം പൂർണ്ണമായിട്ട് ഡാമേജ് ആയി. ഭാഗികമായിട്ട് ഡാമേജ് ഉള്ളതുകൊണ്ട് റീസ്റ്റോർ ചെയ്യുന്നതിന് എന്തായാലും നാളെ ഒരു ഫുൾ ഡേ എടുക്കും കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഏറ്റവും വലിയ ഇഷ്യൂ ഈ മരങ്ങൾ തന്നെയാണ്. ഇനിയും അപകടകരമായ രീതിയിൽ മരങ്ങൾ നിൽപ്പുണ്ട്. ഇത് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിന്റെ പുറത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഇതേ നഷ്ടങ്ങൾ തന്നെ ഉണ്ടാവും. എന്തായാലും അതിശയപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഭയപ്പെടുത്തുന്നതുമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രാവിലെ 11:30 കൂടിയാണ് അതിശക്തമായ കാറ്റ് വീശിയടിച്ചത്. അൽബീസിയ മരങ്ങൾ നിൽക്കുന്ന ഈ കൃഷിയിടത്തോട് ചേർന്ന ഭാഗത്ത് മാത്രമാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അതേ തുടർന്നാണ് വൈദ്യുതി ബന്ധം തകരാറിലായതും ഗതാഗതം തടസ്സപ്പെട്ടതും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.